ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാകണം. തിരുഹൃദയ ഭക്തരുടെ ജീവിത ദൗത്യമാണിത്. ദിവ്യഹൃദയം അറിയപ്പെടേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതും എന്നിലൂടെയാണ്. വചനം പറയുന്നു, നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ട് നിങ്ങളെൻ്റെ ശിഷ്യരാണെന്ന് ലോകമറിയട്ടെ. തിരുഹൃദയത്തെ ദീപാലങ്കൃതവും പുഷ്പാലങ്കൃതവുമാക്കുന്നതല്ല തിരുഹൃദയ സ്നേഹം. മറിച്ച് പരസ്പര സ്നേഹത്തിൻ്റെ ജ്വാലയിൽ തിരുഹൃദയ രൂപം പ്രകാശപൂരിതമാകുന്നതാണ് യഥാർത്ഥ തിരുഹൃദയ സ്നേഹം. കുറവുള്ളവരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതും ബന്ധങ്ങൾക്ക് അതിർത്തി നിശ്ചയിക്കാത്തതും വ്യക്തിജീവിതത്തിന് ക്ഷമ ഒരു അലങ്കാരമാകുന്നതും തിരുഹൃദയം കൂടുതൽ അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാകുമെന്ന് തിരിച്ചറിയാം. തിരുഹൃദയ വാഗ്ദാനങ്ങൾ തൻ്റെ തിരുഹൃദയ ഭക്തർക്കാണെന്ന് പറയുമ്പോൾ ഭാഗ്യമായ ഭക്താനുഷ്ഠാനങ്ങളെക്കാൾ ആന്തരിക വിശുദ്ധിക്ക് പ്രാധാന്യമുണ്ട്. അടുത്തു നിൽക്കുന്നവരിൽ ഈശ്വര ചൈതന്യം ദർശിക്കാനാകുമെങ്കിൽ എന്നിലൂടെ തിരുഹൃദയം സ്നേഹിക്കപ്പെടാനിടയാകും. ദിവ്യഹൃദയത്തിൻ്റെ കരുണ ജീവിതമുദ്രയാക്കി ഹൃദയത്തിൽ കരുണ പറ്റാത്തവരാകാം. തിരുഹൃദയം അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയാകാനുള്ള ജീവിക്കുന്ന ഉപകരണമായി എൻ്റെ ഹൃദയവും മാറട്ടെ. ആമേൻ.